ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഉച്ചക്കത്തെ വിശേഷം ഒന്ന് നോക്കിയാലോ. ഒരു വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കാം. പെട്ടെന്നെടുത്തൊരു തീരുമാനമാണ്. അതുകൊണ്ട് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ അരി അടുപ്പത്ത് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിങ്ങനെ പതയ്ക്കുന്നുണ്ട്. ഉച്ചക്കത്തേക്ക് എന്താ കറിയാക്കുക എന്നെല്ലാം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേനും അമ്മ പോയിട്ട് കുറച്ച് മുരിങ്ങച്ചപ്പ് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് ഇത് വറവാക്കാമെന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ അമ്മ പോയി അത് നല്ല വൃത്തിക്ക് കഴുകി ഇവിടെ മുറിച്ചിടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ ചപ്പൊന്നും മുറിച്ചിടാൻ അറിയില്ല. ചപ്പല്ല, ശരിക്കും മുരിങ്ങ ഇല എന്നാണ് പറയുക. നമ്മുടെ ഇവിടുത്തെ ഭാഷ ഇങ്ങനെയാണ്, ചപ്പ് എന്നാണ് പറയുക. അപ്പോൾ ഞാൻ അറിയാണ്ട് എപ്പോൾ അങ്ങനെ പറഞ്ഞു പോകും. അത് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് മുറിച്ചിട്ട് നല്ല ചെറുങ്ങനെ ആവണം, എന്നാലേ കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എനിക്കെന്തായാലും ആവില്ല. അതുകൊണ്ട് അമ്മ തന്നെയാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഞാൻ പോയിട്ട് അതിനിടയ്ക്ക് വീട് അകമൊക്കെ അടിച്ച് വാരാനുണ്ടായിരുന്നു, അതെല്ലാം അടിച്ചെല്ലാം വാരി അങ്ങനെയെല്ലാം ആയി വന്നപ്പോഴത്തേക്ക് ചോറ് വെന്തു. അപ്പോൾ ഞാനതെടുത്ത് വാർത്തു. പിന്നെ സാമ്പാറിന് നമ്മൾ അധികം കഷ്ണമൊന്നും കൂട്ടില്ല കേട്ടോ. ഇങ്ങനെ കുറച്ച് കഷ്ണങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ. കുറേ കഷ്ണങ്ങളായാൽ ഒരു രസം ഉണ്ടാവില്ല. ഈ വെളുത്തുള്ളി എന്ന് പറയുന്നത് നമ്മൾ തേങ്ങ വറക്കുമ്പോൾ അതിൻ്റെ ഒന്നിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഞാൻ സാമ്പാറിന് തേങ്ങ ചുരണ്ടാൻ പോവുകയാണേ, വറക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ തേങ്ങയ്ക്കകത്ത് നമ്മൾ ചുവന്നുള്ളി, കുഞ്ഞുള്ളിയില്ലേ, അത്, കരിവേപ്പില, ഉലുവ, ജീരകം, വെളുത്തുള്ളി, പിന്നെ ഒരു ഉണക്കമുളകും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. അതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതവിടെ ചേർക്കുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് വറക്കുക ചെയ്യുക. എണ്ണ ഒഴിക്കാതെയും വറക്കാം, പക്ഷെ എന്നാലും അത് വേഗം ആവില്ല. നമ്മൾ വേഗം ആകാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ അമ്മ വറവെല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുരിങ്ങയില വറവാക്കി, നല്ല അടിപൊളി ടേസ്റ്റുള്ള വറവാന്നേ. പിന്നെ നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ഒരു അതിഥിയെ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതാണ്. ഫുഡ് കഴിക്കും പോകും. ഇപ്പോൾ പ്രസവിച്ച് 2 മക്കളും കൂടി ഉണ്ട്. പക്ഷേ അവരെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ വീഡിയോയും കൊണ്ട് ചെല്ലുമ്പോഴത്തേനും അവർ ഓടിക്കളഞ്ഞു. അപ്പോഴത്തേക്കും സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ അടുപ്പത്ത് ചേർത്തു. പിന്നെ അരപ്പൊക്കെ അരച്ചു, തേങ്ങ വറുത്തരച്ച് ചേർത്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കത്തെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിന്ന് ഉച്ചയ്ക്ക് നല്ല മാങ്ങ ചമ്മന്തി. ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് ഇനി അധികം മാങ്ങയും കൊണ്ടുള്ള കറികളായിരിക്കും. അപ്പോൾ നല്ല മാങ്ങാ ചമ്മന്തിയും മത്തി വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി നമ്മൾ ഉച്ചയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ എടുക്കുന്നതൊന്നും ശരിയാവുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. എന്തായാലും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.